പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. പ്രിയ സഹോദരരെ, ഒക്ടോബർ 11 ആണ്ടുവട്ടം 28 ഞായർ ഫോർട്ട് കൊച്ചി സാന്താക്രൂസ് കത്തീഡ്രൽ ബസിലിക്കയിൽ നിന്ന് അർപ്പിക്കുന്ന ദിവ്യബലിയാണിത്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 22 അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ സുവിശേഷം. വചനം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഒന്നു മാത്രമാണ്: നൽകപ്പെട്ട കൃപ അനുസരിച്ച് ജീവിക്കുക. ദൈവത്തിൻ്റെ മഹത്വം വിളിച്ചോതുന്ന ഈ ആകാശത്തിന് കീഴിൽ ഒരു മനുഷ്യന് അവന് തോന്നുന്ന പോലെ ജീവിക്കുവാനായിട്ട് അവകാശമില്ല. ഇതിനെയാണ് നമ്മൾ ഉത്തരവാദിത്വം അഥവാ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. റെസ്പോൺസിബിലിറ്റി ഈസ് ദ റെസ്പോൺസ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ് to the ability of God to transform us. അതാണ് റെസ്പോൺസിബിലിറ്റി. നമ്മുടെ പ്രതികരണവും ദൈവത്തിൻ്റെ കഴിവും ഇത് രണ്ടും കൂടിയാകുമ്പോഴാണ് ഒരു മനുഷ്യനെ കൃത്യമായ രീതിയിൽ കൊണ്ടുവരുവാനായിട്ട്, ജീവിക്കുവാനായിട്ട് അവന് പ്രാപ്തനാക്കുക, അനുവദിക്കുക. ഒരിക്കൽ നമ്മൾ ഈ ഒരു ഇൻവിറ്റേഷൻ സ്വീകരിക്കുമ്പോൾ, ഈ ഇൻവിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സുവിശേഷത്തിൽ ക്ഷണക്കത്താണ്. വിവാഹത്തിന് ആഘോഷത്തിലേക്കുള്ള ക്ഷണക്കത്ത്. ഈ ഒരു ക്ഷണം നമ്മൾ സ്വീകരിച്ചാൽ, ആ ഒരു കല്യാണ പാർട്ടിയുടെ ഭാഗമായി തീർന്നാൽ അവിടെയുള്ള നിയമങ്ങൾ പാലിക്കുവാനായിട്ട് നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഉടനീളം സംഭവിക്കുന്ന ഒരു പ്രോസസ്സാണ്. ഏതൊരു സ്കൂളിലും നമുക്ക് ചേരുവാനായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്, അവകാശമുണ്ട്. അതും ഒരു ഇൻവിറ്റേഷനാണ് ആദ്യം. എന്നാൽ ആ സ്കൂളിൻ്റെ ഒരു വിദ്യാർത്ഥിയായോ വിദ്യാർത്ഥിനിയായോ അതിൻ്റെ ഒരു ഭാഗമായി തീരുമ്പോൾ ആ സ്കൂളിൻ്റെ യൂണിഫോമിൻ്റെ പാറ്റേൺ, അവിടുത്തെ ഡിസിപ്ലിൻ, അവിടുത്തെ നോംസ് ആൻഡ് റെഗുലേഷൻസ് അതെല്ലാം അനുസരിക്കുവാനായിട്ട് നമുക്ക് കടമയുണ്ട്, റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ്. ഈ ഒരു കാര്യമാണ് ഇന്നത്തെ സുവിശേഷം നമ്മോട് ആവശ്യപ്പെടുന്നതും. ദൈവം നമുക്ക് വച്ചു നീട്ടുന്ന ഇൻവിറ്റേഷൻ സ്വീകരിക്കുവാനോ സ്വീകരിക്കാതിരിക്കുവാനോ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഒരിക്കലും നമ്മളത് സ്വീകരിച്ചാൽ അതനുസരിച്ചുള്ള ജീവിതം, കല്യാണ വസ്ത്രം, യൂണിഫോം നാം നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. അത് ഒരുപക്ഷെ നമുക്ക് രുചികരമാകണമെന്നില്ല, നമുക്ക് സന്തോഷം പകരുന്നതാകണമെന്നില്ല ആദ്യം. എന്നാൽ ഇത് വിവാഹ വിരുന്നിലേക്കുള്ള സന്തോഷകരമായിട്ടുള്ള ജീവിതത്തിന് മുന്നോടിയാകും എന്നത് തീർച്ചയാണ്. ഞാനിവിടെയോ ചെറുപ്പത്തിൽ കേട്ട ഒരു സിനിമാ പാട്ടുണ്ട്. അത് ഞാൻ ഇന്ന് ഈ സുവിശേഷം വായിച്ചപ്പോൾ എൻ്റെ മനസ്സ് വരികയാണ്. നമ്മളൊന്ന് മറിച്ച് ചിന്തിക്കുക. അതായത്, ദൈവമാണ് നമ്മളെ പുത്രൻ്റെ വിവാഹത്തിന് ആഘോഷങ്ങൾക്ക് ക്ഷണിച്ചത്. മറിച്ചെന്നെങ്കിലും നമ്മൾ ഒന്ന് ചെയ്തിട്ടുണ്ടോ എന്ന്. ദൈവത്തെ, ഈശ്വരനെ നമ്മുടെ വീട്ടിലെ വിവാഹാഘോഷത്തിനായി ക്ഷണിക്കുക എന്നുള്ളത്. ആ സിനിമാ പാട്ട് ഇങ്ങനെയാണ് പോകുന്നത്: ഈശ്വരൻ ഒരിക്കൽ വിരുന്നിന് പോയി രാജകൊട്ടാരത്തിൽ വിളിക്കാതെ, കൽമതൽ ഗോപുര വാതിലിനരികിൽ കരുണാമയനവൻ കാത്തുനിന്നു. അലങ്കാര ദീപങ്ങൾ ആർത്തു വിളിച്ചു, അന്തഃപുരമാകെ കോരിത്തിരിച്ചു. ഒരു പിടി ചോരിനായി ആശിച്ചു ദൈവം എന്നാണ് ഈ പാട്ട് പാടി മുന്നോട്ട് പോകുന്നത്. ആരും കൊടുത്തു കാണില്ല ദൈവത്തിന്. ഇത് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതൊരു സോഷ്യൽ ആസ്പെക്റ്റ് ഇതിനകത്തുണ്ട്. നമ്മളെ ദൈവം വിവാഹ വിരുന്നിന് വിളിച്ചതുപോലെ നമ്മൾ ദൈവത്തെ വിവാഹ വിരുന്നിനായി ജീവിതത്തിലേക്ക് വിളിക്കുന്നുണ്ടോ
ഈ ദൈവം ഈശ്വരൻ എന്നുള്ളത് തീർച്ചയായും സഹോദരങ്ങൾ തന്നെയാണ്. നമ്മൾ ഇതിനായി വരുമ്പോൾ നമുക്ക് ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള യൂണിഫോമുകൾ നമുക്കുണ്ടോ എന്നുള്ളതാണ്. എന്താണ് കല്യാണ വസ്ത്രം? തീർച്ചയായും അത് സഹോദരങ്ങളെ സ്നേഹിക്കുവാനായിട്ട്, അവരെ ഉൾക്കൊള്ളുവാനായിട്ട്, അവർക്ക് വേണ്ടി ജീവിതം സമയവും വ്യയം ചെയ്യുവാനായിട്ടുള്ള ഇൻവിറ്റേഷനാണ്, അഥവാ റെസ്പോൺസിബിലിറ്റിയാണ് ഈ പറയുന്ന വിവാഹ വസ്ത്രം എന്നതുകൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നത്. ഇതിന് നമ്മൾ സന്നദ്ധരാണോ എങ്കിൽ നിത്യമായിട്ടുള്ള സ്വർഗീയമായിട്ടുള്ള വിവാഹ വിരുന്ന്, സ്വർഗരാജ്യത്തെ ഉപമിക്കുകയാണ് യേശു ഈ പറയുന്ന വിവാഹ വിരുന്നിനോടുകൂടി. സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ടുള്ള നമ്മുടെ ഈ ജീവിതത്തിൽ നമ്മൾ എത്രമാത്രം വിശ്വസ്തയോടുകൂടി ഉത്തരവാദിത്വത്തോടുകൂടി പെരുമാറുന്നുവെന്ന് ആത്മപരിശോധന ചെയ്തുകൊണ്ട് ഈ ബലിക്ക് വേണ്ടി നമ്മെ തന്നെ ഒരുക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ ഉച്ചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യനികയായ പരിശുദ്ധമറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരേതികളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമൈക്കിതാ നന്ദി ചൊല്ലുന്നിവർ താഴ്മയായി. ദൈവമേ കർത്താവമങ്ങയെ വാഴ്ത്തുന്ന സ്വർലോകരാജനെ. സർവേക ശക്തനാം ദൈവമേ താതനമങ്ങയെ വാഴ്ത്തുന്നു. ഏകാത്മജാദേവസൂനുവേ കർത്താവം ശ്രീയേശു ക്രിസ്തുവേ. ദൈവമേ കർത്താവമങ്ങയെ വാഴ്ത്തുന്നു. ദൈവത്തിൻ കുഞ്ഞാടേ താതനാം ദൈവത്തിൻ സൂനുവേ അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപനികന്താവേ കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപനികന്താവേ ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിൻ്റെ പാർശ്വത്തിൽ നേർവലം ഭാഗത്തിരുന്നേടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവ് തൻ നിത്യമഹിമാവിൻ തേജസ്സിൽ പാവനാത്മാവ് തൻ ഐക്യത്തിൽ
വാഴുന്ന ക്രിസ്തുവമേശുവേ, അങ്ങ് മാത്രം പരിപാവനൻ, അങ്ങ് തനേകനം നാഥനും, അങ്ങ് മാത്രം പരമോന്നതൻ, ത്രിത്വൈക ദൈവമഹത്വത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ കൃപ എപ്പോഴും ഞങ്ങളുടെ മുന്നിലും പിന്നിലും ഉണ്ടായിരിക്കുകയും സൽപ്രവർത്തികൾ നിരന്തരം ചെയ്യാൻ ഞങ്ങളെ ദൃഢചിത്തരാക്കുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ഇസയാസ് പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് സമൃദ്ധമായ ഭോജ്യങ്ങൾ, മട്ടില്ലാത്ത വീഞ്ഞ്, മേധസ് നിറഞ്ഞ വിശിഷ്ട ഭോജ്യങ്ങൾ ഇത്യാദി കൊണ്ട് സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് ഈ മലയിലുള്ള സകലർക്കും ഒരു വിരുന്ന് നൽകും. സകല ജനങ്ങളെയും മൂടിയിരിക്കുന്ന മൂടുപടവും സർവ്വജാതികളെയും മറയ്ക്കുന്ന തിരശ്ശീലയും ഈ പർവ്വതത്തിൽ വെച്ച് അവിടുന്ന് നശിപ്പിക്കും. അവിടുന്ന് മരണത്തെ എന്നേക്കുമായി നശിപ്പിക്കും. കർത്താവായ ദൈവം എല്ലാ മുഖങ്ങളിലും നിന്ന് കണ്ണുനീർ തുടച്ചു കളയും. ലോകം മുഴുവനും തൻ്റെ ജനതയ്ക്കുള്ള അപമാനം കർത്താവ് നീക്കും. അവിടുന്നാണ് ഇത് അരുൾ ചെയ്തിട്ടുള്ളത്. ഇതാ, നാം അഭയം തേടിയ നമ്മുടെ ദൈവം നമ്മെ രക്ഷിക്കും. നാം ക്ഷമാപൂർവം പ്രതീക്ഷിച്ചിരുന്ന കർത്താവ് അവിടുന്നാണല്ലോ. അവിടുത്തെ രക്ഷയിൽ നമുക്ക് ആനന്ദിക്കാം, ആഹ്ലാദിക്കാം എന്ന് അക്കാലത്ത് അവർ പറയും. കർത്താവിൻ്റെ കരം ഈ പർവ്വതത്തിന്മേൽ ഉണ്ടാകും. കർത്താവിൻ്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. കർത്താവിൻ്റെ ഭവനത്തിൽ ഞാൻ ദീർഘകാലം വസിക്കും. കർത്താവിൻ്റെ ഭവനത്തിൽ ഞാൻ ദീർഘകാലം വസിക്കും. കർത്താവ് എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകുകയില്ല. പച്ച പുൽപ്പുറങ്ങളിൽ അവിടുന്ന് എന്നെ കിടത്തുന്നു. നിശ്ചലമായ ജലത്തിൻ്റെ സമീപത്തേക്ക് അവിടുന്ന് എന്നെ ആനയിക്കുന്നു. എൻ്റെ പ്രാണനെ അവിടുന്ന് തണുപ്പിക്കുന്നു. കർത്താവിൻ്റെ ഭവനത്തിൽ ഞാൻ ദീർഘകാലം വസിക്കും. തൻ്റെ നാമത്തെ പ്രതി എന്നെ നേർവഴിയിലൂടെ അവിടുന്ന് നയിക്കുന്നു. ഇരുളണിഞ്ഞ താഴ്വരയിലൂടെ നടന്നാലും ഒരനർത്ഥവും ഞാൻ ഭയപ്പെടുകയില്ല. എന്തെന്നാൽ അങ്ങാണല്ലോ എന്നോട് കൂടെ ഉള്ളത്. അങ്ങയുടെ ചെങ്കോലും തെണ്ടും എന്നെ ആശ്വസിപ്പിക്കുന്നു. കർത്താവിൻ്റെ ഭവനത്തിൽ ഞാൻ ദീർഘകാലം വസിക്കും. എൻ്റെ ശത്രുക്കൾ കാണുകയും അങ്ങ് എനിക്ക് വിരുന്നൊരുക്കുന്നു. എൻ്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേചിക്കുന്നു. എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകുകയാണ്. കർത്താവിൻ്റെ ഭവനത്തിൽ ഞാൻ ദീർഘകാലം വസിക്കും. എൻ്റെ ജീവിതകാലം മുഴുവൻ നന്മയും കാരുണ്യവും എന്നെ പിന്തുടരും. കർത്താവിൻ്റെ ഭവനത്തിൽ ഞാൻ ദീർഘകാലം വസിക്കും. കർത്താവിൻ്റെ ഭവനത്തിൽ ഞാൻ ദീർഘകാലം വസിക്കും. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം. പ്രിയ സഹോദരരെ, ഇല്ലായ്മയിലും സമൃദ്ധിയിലും ജീവിക്കാൻ എനിക്കറിയാം. തൃപ്തിയിലും വിശപ്പിലും സമൃദ്ധിയിലും ഇല്ലായ്മയിലും കഴിയാൻ ഞാൻ പരിചയിച്ചിട്ടുണ്ട്. എന്നെ ശക്തിപ്പെടുത്തുന്നവൻ വഴി എനിക്കെല്ലാം ചെയ്യാൻ കഴിയും. എൻ്റെ കഷ്ടതയിൽ നിങ്ങൾ സഹായഹസ്തം നീട്ടിത്തന്നത് നന്നായി. എൻ്റെ ദൈവം തൻ്റെ മഹത്വപൂർണ്ണത അനുസരിച്ച് നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം സാധിച്ചു തരും. നമ്മുടെ പിതാവായ ദൈവത്തിന് എന്നേക്കും സ്തുതി. ആമേൻ. കർത്താവിൻ്റെ വചനം. ഹല്ലേലൂയ, ഹല്ലേലൂയ.
നമ്മുടെ വിളിയിൽ എന്ത് പ്രത്യാശയാണുള്ളതെന്നറിയുവാനായി നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ പിതാവ് നമ്മുടെ ഹൃദയം ഉദീപ്തമാക്കട്ടെ. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൽ നിന്ന്. അക്കാലത്ത് യേശു പ്രധാന പുരോഹിതന്മാരോടും ജനപ്രമാണികളോടും ഉപമകൾ വഴി സംസാരിച്ചു. സ്വർഗരാജ്യം തൻ്റെ പുത്രനു വേണ്ടി വിവാഹവിരുന്നൊരുക്കിയ രാജാവിന് സദൃശം. അതിഥികളെ കാണാൻ രാജാവ് എഴുന്നള്ളിയപ്പോൾ വിവാഹവസ്ത്രം ധരിക്കാത്ത ഒരാളെ അവിടെ കണ്ടു. രാജാവ് അവനോട് ചോദിച്ചു, സ്നേഹിത, വിവാഹവസ്ത്രം ധരിക്കാതെ നീ ഇവിടെ പ്രവേശിച്ചതെങ്ങനെ? അവൻ മൗനം അവലംബിച്ചു. അപ്പോൾ രാജാവ് പരിചാരകന്മാരോട് പറഞ്ഞു, അവനെ കൈകാലുകൾ കെട്ടി പുറത്ത് അന്ധകാരത്തിലേക്ക് വലിച്ചെറിയുക. അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. എന്തെന്നാൽ വിളിക്കപ്പെട്ടവർ വളരെ, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈ സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപങ്ങൾ നീക്കം ചെയ്യുമാറാകട്ടെ. ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിന്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏക കർത്താവും ജാതനായ ദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവായ സത്യലേഖനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ട് മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന് പോന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശുദ്ധ ലിഖിതങ്ങൾ അനുസരിച്ച് മൂന്നാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോപണം ചെയ്യുകയും പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയുമില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പോസ്തലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാനസ്ഥാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരരെ, ഒന്നായി സമ്മേളിച്ചിരിക്കുന്ന നമുക്ക് നമ്മുടെ ദൈവത്തിൽ നിന്ന് സ്വീകരിച്ച അനുഗ്രഹങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് അവിടത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായ്ക്കും എമരിത്തൂസ് പാപ്പ ബെനഡിക്റ്റ് 16 പാപ്പായ്ക്കും നമ്മുടെ രൂപതാധ്യക്ഷനായ ജോസഫ് കരിയിൽ മെത്രാനും മറ്റെല്ലാ മെത്രാന്മാർക്കും വൈദികർക്കും അവിടെ സേവനത്തിന് ഭാരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ജനസമൂഹത്തിനും വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, പ്രാർത്ഥന കേൾക്കണമേ. രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരികൾക്കും അവിടെ സഹപ്രവർത്തകർക്കു വേണ്ടിയും പൊതുജന നന്മയ്ക്കായി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, പ്രാർത്ഥന കേൾക്കണമേ. ഈ പ്രത്യേക കാലയളവിൽ കൊറോണ വൈറസ് മൂലം വേദനകൾ അനുഭവിക്കുന്ന എല്ലാവരെയും നമുക്ക് സമർപ്പിക്കാം. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർമാർ, നേഴ്സുമാർ, മറ്റ് കുടുംബാംഗങ്ങൾ, ആരോഗ്യ പ്രവർത്തകർ, അവിടെ പ്രവർത്തനങ്ങളെ ഫലമണിയുവാനും രോഗങ്ങളിൽ നിന്നും ഭയങ്ങളിൽ നിന്നും അവരെ സംരക്ഷിക്കുകയും ചെയ്യണമേ എന്ന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, പ്രാർത്ഥന കേൾക്കണമേ. ദൈവത്തോടുള്ള ഭക്തിയാലും വിശ്വാസത്താലും സ്നേഹത്താലും
പരിപാവനമായ ഈ ആലയത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന നമുക്ക് എല്ലാവർക്കും വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഉണ്ട് പ്രാർത്ഥന കേൾക്കണമേ. നിശബ്ദരായി നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, യാചിക്കുന്ന സഭയുടെ പ്രാർത്ഥനകൾ അങ്ങേ സന്നിധിയിൽ പ്രീതികരമായി ഭവിക്കട്ടെ. അങ്ങനെ ഞങ്ങളുടെ യോഗ്യതകളാൽ യാചിക്കാൻ ധൈര്യപ്പെടാത്തത് അങ്ങേ കാരുണ്യത്താൽ ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. ഈ സ്നേഹബലിയിൽ കാഴ്ചയിക്കാനണയുന്നിതാ, ഈ കൈക്കൊമ്പിളിൽ ഞങ്ങളേകുന്നിതാ ജീവിതം. ഈ സ്നേഹബലിയിൽ കാഴ്ചയിക്കാനണയുന്നിതാ, ഈ കൈക്കൊമ്പിളിൽ ഞങ്ങളേകുന്നിതാ ജീവിതം. ഈ ദിവ്യബലിയിൽ ബലിവസ്തുവായി ഞങ്ങളും ചേരുന്നിതാ. ദൈവമേ, നിൻ തൃക്കൈകളിൽ ഞങ്ങളർപ്പണം ചെയ്യുന്നിതാ. ഞങ്ങൾക്കു നീ കനിഞ്ഞേകിയ ദിവ്യതാലന്തുകൾ ദൈവമേ, ഈ ബലിവേദിയിൽ ഞങ്ങൾ കാഴ്ചയേകാനണയുന്നു മോദമായി. ഒന്നൊന്നിരട്ടിയായി അങ്ങേ മുന്നിലർപ്പണം ചെയ്യുന്നു സാദരം. പ്രിയ സഹോദരരെ, നമ്മൾ അർപ്പിക്കുന്ന ഈ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമായിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, ബലിവസ്തുക്കളുടെ അർപ്പണത്തോടൊപ്പം വിശ്വാസിയുടെ പ്രാർത്ഥനകളും സ്വീകരിക്കണമേ. അങ്ങനെ ഭക്തകൃത്യങ്ങളുടെ ഈ അനുഷ്ഠാനം വഴി സ്വർഗീയ മഹത്വത്തിലേക്ക് ഞങ്ങൾ എത്തിച്ചേരുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവേൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതിചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തന നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അളവില്ലാത്ത മഹത്വം അങ്ങയുടേതു മാത്രമാണ് എന്ന് ഞങ്ങൾ അറിയുന്നു. അങ്ങനെ അങ്ങേ ദൈവികതയാൽ മർത്തരായവരെ അങ്ങ് സഹായിച്ചു. മാത്രമല്ല, ഞങ്ങളുടെ മർത്യതയ്ക്ക് തന്നെ പ്രതിവിധി നൽകുകയും അങ്ങ് നാശത്തിൽ നിബന്ധിച്ച എല്ലാവരെയും ഏതുവഴിയാണോ അവൻ വീണുപോയത് അതേ വഴി നമ്മുടെ കർത്താവായ ക്രിസ്തുവിലൂടെ രക്ഷിക്കുകയും ചെയ്തു. അവിടുന്ന് വഴി മാലാഖമാരുടെ സൈന്യം അങ്ങേ മഹിമയെ ആരാധിക്കുകയും അങ്ങേ മുമ്പിൽ എന്നെന്നും ആനന്ദം കൊള്ളുകയും ചെയ്യുന്നു. അവരോടൊത്ത് ഞങ്ങളുടെ സ്വരവും ചേരാൻ അനുവദിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആഹ്ലാദഭരിതരായി ഒന്നുചേർന്ന് ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവ് ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും പിണ്ടലവും. ഹോസാന 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 ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവനേറ്റം ധന്യനുമാ.
ഹോസാന 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 ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായിവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് ആശീർവദിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേയ്ക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് ആശീർവദിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവെ, അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉറപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണോയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങളങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമേ എന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജോസഫ് കരിയിൽ മെത്രാനോടും മറ്റെല്ലാ മെത്രാന്മാരോടും വൈദികഗണത്തോടും സന്യസ്തരോടും സകല ജനങ്ങളോടും ഒത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ പ്രിയ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിലെല്ലാവരിലും കനിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദിവമാതാവായ പരിശുദ്ധ കന്യകാ മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പിതാവിനോടും അനുരഹിതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേയ്ക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യ ഉപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ.
അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കരുവാർ നൽകണമേ. അനുരവപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അവിടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല അങ്ങേ സഭയുടെ വിശ്വാസം തിക്കൻ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൽ കുഞ്ഞാടി ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൽ കുഞ്ഞാടി ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൽ കുഞ്ഞാടി ഞങ്ങൾക്ക് ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. ദിവ്യകുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ട നാം അനുഗ്രഹീത. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങനെ വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവസം പ്രാപിക്കും. ക്രിസ്തുവിൻ്റെ തിരുശരീരവും രക്തവും നമ്മെ നിത്യജീവിതത്തിന് അർഹരാക്കുമാറാകട്ടെ. ദിവ്യകാരുണ്യമേ, ബലിവീതിയിൽ ഞങ്ങൾക്കായി മറിയും അപ്പമാണു നീ. ജീവൻ സമൃദ്ധമായി ഉണ്ടാകുവാ നീ എന്നും മുറിക്കപ്പെടുന്നു. സ്വയമേ ശൂന്യമാക്കുന്നു. ദിവ്യകാരുണ്യമേ, ബലിവീതിയിൽ ഞങ്ങൾക്കായി മുറിയും അപ്പമാണു നീ. മേശയ്ക്ക് ചുറ്റും
ഒരുമിച്ചു കൂട്ടുന്ന സ്നേഹവിരുന്നാണു നീ. മേശയ്ക്ക് ചുറ്റും ഒരുമിച്ചു കൂട്ടുന്ന സ്നേഹവിരുന്നാണു നീ. ഭിന്നതകൾ മറന്നൊന്നു ചേരാ കൂട്ടായ്മയിൽ വളർന്നീടാ. ഐക്യത്തിൽ ഞങ്ങൾ പുലരാൻ തുണയ്ക്കും പങ്കുവയ്പനുഭവം നൽകിയാലും. ഐക്യത്തിൽ ഞങ്ങൾ പുലരാൻ തുണയ്ക്കും പങ്കുവയ്പനുഭവം നൽകിയാലും. ദിവ്യകാരുണ്യമേ ബലിവേദിയിൽ ഞങ്ങൾക്കായി മുറിയും ഒപ്പമാണു നീ. ജീവൻ സമൃദ്ധമായി ഉണ്ടാക്കുവാൻ നീ എന്നും മുറിക്കപ്പെടുന്നു. സ്വയമേ ശൂന്യമാക്കുന്നു. ദിവ്യകാരുണ്യമേ ബലിവേദിയിൽ ഞങ്ങൾക്കായി മുറിയും അപ്പമാണു നീ. നാളെ ജപമാലയ്ക്കും ദീപബലിക്കും നേതൃത്വം നൽകുന്നത് നിത്യസഹായ മാത പട്ടാളം, ക്വീൻ ഓഫ് ദ മോസ്റ്റ് ഹോളി റോസറി പട്ടാളം, ഈ 2 യൂണിറ്റുകളാണ്. രോഗികളെ സുഖപ്പെടുത്തുകയും ദുഃഖിതരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന കർത്താവെ, കൊറോണ വൈറസ് മൂലം രോഗബാധിതരായി കഴിയുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ അങ്ങേ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. അവരെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാർ, നേഴ്സുമാർ, ബന്ധുമിത്രാദികൾ എന്നിവരെയെല്ലാം രോഗബാധയിൽ നിന്ന് സംരക്ഷിക്കുകയും കാത്തുകൊള്ളുകയും ചെയ്യണമേ. രോഗികളുടെ ശുശ്രൂഷ മനോഭാവത്തോടെയും ആത്മധൈര്യത്തോടെയും പെരുമാറുവാനുള്ള കൃപ അവർക്ക് നൽകണമേ. കൊറോണ വൈറസിനെ പ്രതികരിക്കുവാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുവാൻ രാഷ്ട്രത്തലവന്മാരെയും ഭരണാധികാരികളെയും ഡോക്ടർമാരെയും അങ്ങ് സഹായിക്കണമേ. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല എന്നുദ്ഘോഷിച്ച സങ്കീർത്തനോട് ചേർന്ന് ഉറച്ച വിശ്വാസത്തോടെയും പ്രത്യാശയോടും കൂടെ ഞങ്ങളും അങ്ങിൽ ആശ്രയിക്കുന്നു. നിനേവ നിവാസികളെ പോലെ അനുതാപവും പ്രായശ്ചിത്തം വഴി ഞങ്ങളും മാനസാന്തര വഴികളിലൂടെ അങ്ങേ പക്കലേക്ക് തിരികെ വരുന്നു. ഞങ്ങളുടെ എളിയ പ്രാർത്ഥനകൾ സ്വീകരിച്ച് എല്ലാ വിപത്തുകളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും വിശിഷ്യ കൊറോണ വൈറസ് ബാധയിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങയുടെ അനന്തമായ കാരുണ്യത്താൽ സംരക്ഷിക്കണമേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ മഹിമയ്ക്കായി ഞങ്ങൾ കിണപേക്ഷിക്കുന്നു. ഏറ്റവും പരിശുദ്ധ ശരീരത്തിൻ്റെയും രക്തത്തിൻ്റെയും ഭോജനത്താൽ അങ്ങ് ഞങ്ങളെ പരിപോഷിപ്പിക്കുന്ന പോലെ ദിവ്യപ്രകൃതി ഞങ്ങളെ പങ്കാളികളാക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടൊള്ളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവിൻ്റെ സമാധാനത്തിൽ പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. പരിശുദ്ധ പരമം ദിവ്യകാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ആയിരിക്കട്ടെ. പരിശുദ്ധ പരമം ദിവ്യകാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ആയിരിക്കട്ടെ. പരിശുദ്ധ പരമം ദിവ്യകാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ആയിരിക്കട്ടെ.